ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു മൈ ചാനൽ ലോട്ട് സ്റ്റാർ. നമ്മൾ ഇന്നിവിടെ വിശേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. വിശേഷൻ മീൻസ് അഡ്ജക്റ്റീവ്സ്. ലെറ്റ്സ് സ്റ്റാർട്ട്. विशेषण जो शब्द संज्ञा या सर्वनाम की विशेषता बताने वाले को विशेषण कहते हैं. विशेषण माने क्या है? विशेषण जो शब्द संज्ञा या सर्वनाम की विशेषता, നാമത്തിൻ്റെയും സർവനാമത്തിൻ്റെയും വിശേഷത പ്രകടമാക്കുന്ന ശബ്ദമാണ് വിശേഷൺ, അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പം जैसे ഇതിൻ്റെ എക്സാമ്പിൾ അച്ഛ, ബുറ, കാല, ഘോര, ലംബ, മോട്ട ആദി അല്ലേ. ഒരു നാമത്തിൻ്റെ അല്ലെങ്കിൽ സർവനാമത്തിൻ്റെ നല്ലതാണെങ്കിലും ശരി, അതിൻ്റെ ചീത്തയായിട്ടുള്ള ഗുണമാണെങ്കിലും നല്ല ഗുണമാണെങ്കിലും ചീത്ത ഗുണമാണെങ്കിലും അതിൻ്റെ എല്ലാ ക്വാളിറ്റീസും എല്ലാം ഈ അഡ്ജക്റ്റീവ്സിനകത്ത് വരും. അപ്പം संज्ञा या सर्वनाम की विशेषता बताने वाले को विशेषण कहते हैं. विशेषण വിശേഷിപ്പിച്ചു പറയുന്നത് അല്ലേ. അച്ഛ, ബുറ, കാല, ഘോര, लंबा, मोटा आदि सभी विशेषण के अंतर्गत आते हैं. विशेषण के भेद. विशेषण के भेद. विशेषण को कितने प्रकार के भेद होते हैं? गुणवाचक, संख्यावाचक, परिमाणवाचक, सार्वनामिक विशेषण. विशेषण के कितने प्रकार के भेद होते हैं? 4 प्रकार के भेद. 4. गुणवाचक विशेषण, संख्यावाचक विशेषण, परिमाणवाचक विशेषण, सार्वनामिक विशेषण. ഇത് എളുപ്പത്തിൽ ഈ 4 വിശേഷണം നമുക്ക് ഓർമ്മയിൽ വെക്കാനുള്ള ഒരു ചെറിയ ട്രിക്കാണ് GSPS. വിശേഷൻ GSPS എന്ന് മനസ്സിൽ ഓർത്ത് വയ്ക്കുക. GS മീൻസ് ഗുണവാചക് സംഖ്യാവാചക്, PS മീൻസ് പരിമാൺവാചക് സാർവനാമിക് വിശേഷൻ, PS परिमाण सार्वनामिक गुणवाचक संख्यावाचक GSPS. അപ്പോൾ विशेषण के कितने प्रकार हैं? 4 प्रकार होते हैं. GSPS എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാൻ പറ്റില്ലേ? അപ്പോൾ GSPS മാത്രം പഠിച്ചാൽ പോരാ, ഈ 4 ഭേദം പഠിച്ചതിന് ശേഷം GSPS നമ്മൾ മൈൻഡിൽ വയ്ക്കുക. ഇനി ഫസ്റ്റ് വൺ ഗുണവാചക് വിശേഷൻ. ഗുണവാചക് എന്ന് പറയുമ്പോൾ ഗുണം മാത്രമാണ് അല്ലേ പറയുന്നത്. അപ്പോൾ ഗുണം എന്ന് പറയുമ്പോൾ നല്ല ഗുണങ്ങളും ചീത്ത ഗുണങ്ങളും അല്ലേ, ഒരാളിൻ്റെ എല്ലാ തരം ക്വാളിറ്റീസും, ഒരു വസ്തുവിൻ്റെ ആയാലും ഒരു വ്യക്തിയുടെ ആയാലും എല്ലാം ഇതിനകത്ത് വരും. ഗുണവാചക് വിശേഷൻ. ജിസ് വിശേഷൻ സെ കിസി കാ ഗുൺ യാ ദോഷ്, कहो गुण या दोष प्रकट हो वह गुणवाचक विशेषण होता है. तो गुणवाचक विशेषण मतलब क्या है? जिस विशेषण से अंतर्गत किसी का मतलब किसी व्यक्ति, वस्तु यानी सभी आती है. किसी का गुण या दोष सभी आते हैं गुणवाचक के अंतर्गत. प्रकट हो वह गुणवाचक विशेषण होता है. गुणवाचक विशेषण एग्जाम्पल्स നോക്കാം. മേരി ബൈൻസ് ഗോരി ഹെ അല്ലേ. ബൈസ് വെളുത്തൊന്നും ഉണ്ടാവില്ല. മേരി ബൈസ് ഗോരി ഹെ. മേരാ ദോസ്ത് കപടി ഹെ. വഹ് ईमानदार व्यक्ति है. व्यक्ति का विशेषण है ईमानदार व्यक्ति. ए दोस्त कपटी दोस्त है. बाइस गोरी बाइंस गुणवाचक विशेषण आना. सभी का गुण दोष इसके अंतर्गत आते हैं. गोरी बाइस, कपटी दोस्त, ईमानदार व्यक्ति. गुणवाचक विशेषण നോക്കി അതിന് ശേഷം संख्यावाचक विशेषण. सेकेंड वन संख्यावाचक विशेषण. जहाँ पर संख्या का बोध हो वहाँ संख्यावाचक विशेषण होगा. यह 2 भागों में बांटा जा सकता है. संख्यावाचक विशेषण माने क्या है? संख्या का बोध हो, संख्യയെ കുറിച്ച് പറയുന്നതാണ്. നമ്പറിലെ എത്ര നമ്പറിലെ വഹ് 1 लड़का 2 लड़की 2 किताबें അങ്ങനെ സംഖ്യയെ കുറിച്ച് പറയുന്നതാണ് संख्यावाचक विशेषण.
യഹ് ദോ ഭാഗോ മേം ബാണ്ടാ ജാ സക്താ ഹെ. ഇത് 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിശ്ചിത സംഖ്യാവാചക് വിശേഷൺ और अनिश्चित संख्यावाचक विशेषण. निश्चित संख्यावाचक विशेषण, अनिश्चित संख्यावाचक विशेषण. जैसे एक, दो, पहला, दूसरा. നിശ്ചിത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നിശ്ചയമായിട്ടും നമുക്ക് കറക്റ്റായിട്ട് അറിയുന്ന ഒരു നമ്പർ ആയിരിക്കും, ഒരു ഡൗട്ടും ഇല്ലാതെ. ഏക് ലഡ്ക, ദോ ലഡ്കി, പെഹല വ്യക്തി, ദൂസറാ റോ, ഇങ്ങനെ ഓരോന്നും കറക്റ്റായിട്ട് നമുക്ക് ഏത് നമ്പറാണെന്നുള്ള കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നതാണ് നിശ്ചിത സംഖ്യാവാചകിൽ വരുന്നത്. അനിശ്ചിത് സംഖ്യാവാചക് विशेषण, indefinite numeral adjectives. अनिश्चित संख्यावाचक विशेषण कुछ कोई मीन्स ഇത് കുച്ച് കോയി ആണ് അനിശ്ചിത സംഖ്യാവാചകിലെ വിശേഷണം. കുച്ച് പുസ്തകേം, കുച്ച് പുസ്തകേം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറച്ച് പുസ്തകങ്ങൾ അല്ലേ. അവിടെ എത്ര പുസ്തകങ്ങളാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം കുച്ച് കൈ ഇതൊക്കെയാണ് അനിശ്ചിത സംഖ്യാവാചക വിശേഷണിൽ വരുന്നത്. ഐ മീൻ എന്താണ്, നിശ്ചിത് മീൻസ് ഡെഫിനിറ്റ്, അനിശ്ചിത് ഇൻഡെഫിനിറ്റ്. അപ്പം നിശ്ചിത് മീൻസ് നിശ്ചിത സംഖ്യാവാചകിൽ നിശ്ചിത സംഖ്യാവാചക് മീൻസ് ഡെഫിനിറ്റ് ന്യൂമറൽ അഡ്ജക്റ്റീവ്സ്, അനിശ്ചിത് ഇൻഡെഫിനിറ്റ് ന്യൂമറൽ അഡ്ജക്റ്റീവ്സ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു നമ്പറാണ് ഇത് കൂടുതൽ പ്രതിനിധാനം ചെയ്യുന്നത്, നമ്പറാണ്. അപ്പം നമ്പർ കൃത്യമായിട്ട് ഒരു ബോധം ഉണ്ടെങ്കിൽ അറിയുന്നത് നിശ്ചിതും, കൃത്യമായിട്ട് നമ്പർ ഇല്ലാതെ കുച്ച് കൈ എന്നൊക്കെ പറയുന്നത് മേരെ പാസ് കൈ ലാഖ് റുപ്പയേ, കുച്ച് പുസ്തകേം ഹേ, അങ്ങനെയൊക്കെ പറയുന്നതാണ് അനിശ്ചിത സംഖ്യാവാചക് വിശേഷൻ. നമുക്ക് മേരെ പാസ് കൈ ലാഖ് റുപ്പയ എന്നത് കുറേ ലക്ഷം ഉണ്ട് എന്നല്ലാണ്ട് എത്ര ലക്ഷം രൂപയാണെന്ന് പറയുന്നില്ല. മേരെ പാസ് കൈ പൈസേ ഹേ, കുറച്ച് പൈസയുണ്ട്. മേരെ പാസ് കുച്ച് പൈസേ ഹേ, കുറച്ച് പൈസയുണ്ട്. എത്ര പൈസയാണ് എത്രയാണെന്ന് കറക്റ്റായിട്ട് അറിയാത്ത സന്ദർഭങ്ങളിലാണ് അനിശ്ചിത സംഖ്യാവാചക് വിശേഷൻ പറയുന്നത്. അനിശ്ചിത സംഖ്യാവാചക് വിശേഷങ്ങളാണ് കുച്ച് കൈ. ഏക് ലഡ്കി, ദോ ലഡ്കിയാം, പെഹല ആദ്മി, കുച്ച് ലോഗ്. അപ്പം ഏക് ലഡ്കി, ദോ ലഡ്കിയാം, പെഹല ആദ്മി, ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് എന്താണെന്ന് പറയാം അല്ലേ. കുച്ച് ലോഗ് മീൻസ് ക്യാ ഹേ, കുച്ച് ലോഗ് കുറച്ച് ആൾക്കാർ. അപ്പോൾ അവിടെ എത്ര ആൾക്കാരുണ്ട്, എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്ന് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റാത്തതാണ് അനിശ്ചിത സംഖ്യാവാചക് വിശേഷൻ. അപ്പം സംഖ്യാവാചക് വിശേഷൻ दो भागों में बांटा जा सकता है. 2 प्रकार है संख्यावाचक विशेषण को. 2 प्रकार है निश्चित संख्यावाचक विशेषण और अनिश्चित संख्यावाचक विशेषण. സംഖ്യ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അതൊരു നമ്പറാണെന്നല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് സംഖ്യയെക്കുറിച്ച് പറയുന്ന ഒരു നമ്പറിനെ കുറിച്ച് പറയുന്നത് നമുക്ക് എണ്ണാൻ പറ്റുന്ന അങ്ങനെ നമ്പറിൽ പറയുന്നതാണ് സംഖ്യാവാചക് വിശേഷൺ, നിശ്ചിത സംഖ്യാവാചക് വിശേഷൺ और अनिश्चित संख्यावाचक विशेषण. परिमाणवाचक विशेषण. നെക്സ്റ്റ് പരിമാൺവാചക്. പരിമാൺ അല്ലേ. ഈ വാക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പരിമാൺ എന്ന് വെച്ചാൽ അളവ് എന്നാണ് അർത്ഥം. മലയാളത്തിൽ പരിമാൺ എന്ന് പറഞ്ഞാൽ അളവ് എന്നാണ് അർത്ഥം. അപ്പോൾ പരിമാൺ വാചക് വിശേഷൻ എന്ന് പറഞ്ഞാൽ അളവ് തൂക്കങ്ങളെ സംബന്ധിച്ച അല്ലേ. കിലോ ഇങ്ങനെ പറയില്ലേ, അളവ് തൂക്കങ്ങൾ, അതൊക്കെയാണ് പരിമാൺ വാചക് വിശേഷൻ के अंतर्गत आते हैं. परिमाण मीन्स अळव. जिस विशेषण से माप तोल जैसा बोध हो वह परिमाणवाचक विशेषण होगा. इसके 2 भेद है, निश्चित परिमाणवाचक और अनिश्चित परिमाणवाचक. അപ്പോൾ സംഖ്യാവാചക് വിശേഷൻ നിശ്ചിത സംഖ്യാവാചകം അനിശ്ചിത സംഖ്യാവാചകം പഠിച്ചതുപോലെ परिमाणवाचक विशेषण 2 प्रकार होते हैं, निश्चित परिमाणवाचक और अनिश्चित परिमाणवाचक. അപ്പം നിശ്ചിത പരിമാൺവാചക എന്താണ് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് 1 കിലോഗ്രാം മീൻസ് 1 കിലോഗ്രാം 2 മീറ്റർ 3 ലിറ്റർ അല്ലേ. അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നതാണ് നിശ്ചിത പരിമാൺവാചക. അനിശ്ചിത പരിമാൺവാചകാകുമ്പം കുച്ച്
കലം, ദോടി ശക്കർ. അപ്പോൾ കുറച്ച് പേനകളുണ്ട്, ദോടി ശക്കർ കുറച്ച് ശക്കർ. ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റാത്തതാണ് അനിശ്ചിത പരിമാൺ വാചകിൽ വരുന്നത്. അപ്പോൾ പരിമാൺ വാചക് പരിമാൺ അളവിനെ കുറിച്ചല്ലേ, മാപ്പ് തൗൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കറക്റ്റായിട്ട്. അപ്പോൾ അളവ് തൂക്കങ്ങൾ, സംഖ്യ മീൻസ് അത് നമ്പറാണ് അതിൽ പറയുന്നത്, പരിമാൺ മീൻസ് അളവുകളെ കുറിച്ച് പറയുന്നതാണ്. निश्चित परिमाण वाचकम अनिश्चित परिमाण वाचकम. अपन संज्ञावाचक दो प्रकार होते हैं, निश्चित संज्ञावाचक और अनिश्चित संज्ञावाचक. परिमाण वाचक भी दो प्रकार होते हैं, निश्चित परिमाण वाचक और अनिश्चित परिमाण वाचक. സംഖ്യാവാചകം പരിമാൺ വാചകം എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പരിമാൺ വാചകം എന്ന് പറഞ്ഞാൽ അത് മാപ്പ് തോൽ എന്നുള്ളത് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. ഇത് അളവ് തൂക്കങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടി മാത്രമാണ് പരിമാൺ വാചക, അതല്ലാത്തതെല്ലാം സംഖ്യാവാചകമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് സാർവനാമിക് വിശേഷൻ. സാർവനാമിക് എന്ന് പറയുമ്പോൾ തന്നെ സർവനാമം അല്ലേ, സർവനാമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷനാണ്. സർവനാമം വിശേഷനായിട്ട് വരുന്നതാണ് സാർവനാമിക് വിശേഷൻ. ഇതിന് വേറൊരു പേര് കൂടിയുണ്ട്, സംഖേതവാചക് വിശേഷൻ. സാർവനാമിക് का दूसरा नाम है സംഖേതവാചക് വിശേഷൻ. സാർവനാമിക് മീൻസ് സർവനാമത്തിന് വിശേഷണമായിട്ട് വരുന്നതാണ്. ऐसा वाक्य जिसमें सर्वनाम शब्द संज्ञा के पहले आते हैं അല്ലേ, നാമത്തിന് നൗണിന് മുൻപിൽ വരുന്നു. അപ്പോൾ ഈ സർവനാമം നാമത്തിന് മുൻപിലാണ് വരുന്നത്. पहले आते हैं तो वह സാർവനാമിക് വിശേഷൻ होगा. അപ്പോൾ സാർവനാമിക് വിശേഷണമാകുന്നത് നാമത്തിന് മുൻപിൽ, സംഖ്യയ്ക്ക് മുൻപിൽ ഇത് ചേർത്തിട്ടുണ്ടാകും. एग्जाम्पल नोकाम, यह बालक संज्ञा है, इसके पहले ए सार्वनामिक विशेषण आते हैं. यह बालक छोटा है, यह पुस्तक मेरी है, वो मेरा भाई है. इങ്ങനെ പറയുന്നതൊക്കെ എന്താണ്, यह बालक यह पुस्तक. इसी प्रकार संज्ञा के पहले आते हैं ए सर्वनाम सार्वनामिक विशेषण होगा. അപ്പോൾ സാർവനാമിക് വിശേഷൻ സർവനാമം വിശേഷണമായി വരുന്നതാണ്. സർവനാമിക് വിശേഷൻ का दूसरा नाम है संकेतवाचक विशेषण. ऐसा वाक्य जिसमें സർവനാം ശബ്ദ സംഖ്യ के पहले, ഒരു നാമത്തിന് മുൻപിൽ, നാമത്തിന് പകരമായിട്ടാണ് നമ്മൾ സർവനാമം ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ നാമം ഉണ്ടാകും, സർവനാമം ഉണ്ടാകും. അപ്പോൾ നാമത്തിന് മുൻപിൽ ഒരു വിശേഷണമായിട്ടാണ് ഈ സർവനാമം ചേർത്തിരിക്കുന്നത്. അതാണ് സാർവനാമിക് വിശേഷൻ. നെക്സ്റ്റ് പ്രവിശേഷൻ. അതായത് വിശേഷന്റെ വിശേഷൻ ആണ് പ്രവിശേഷൻ. വിശേഷന് തന്നെ, വിശേഷൻ ശബ്ദത്തിന് തന്നെ ഒരു വിശേഷണമായിട്ട് പറയുന്നതാണ് പ്രവിശേഷൻ. വേ ശബ്ദ ജോ വിശേഷണോം കി വിശേഷത ബതായേ. ഈ ശബ്ദം വിശേഷണോം കി, വിശേഷണ ശബ്ദത്തിന്റെ വിശേഷതയായിട്ട് പറയുന്നതാണ് പ്രവിശേഷൻ. तुम बहुत तेज भागते हो, तुम बहुत तेज भागते हो. ഇവിടെ തേസ് എന്നുള്ളത് വിശേഷനാണ്, ബഹുത് എന്നുള്ളത് പ്രവിശേഷനാണ്. അപ്പൊ തേസ് ഭാഗത്തെ എന്നുള്ളതാണ് വിശേഷൻ. ഭാഗത്തെ അല്ലേ, നല്ല സ്പീഡിൽ ഓടുന്നു. അപ്പം തേസ് ഭാഗത്തെ എന്നുള്ളത് വിശേഷനാണ്. അപ്പം ബഹുത് തേസ് ഭാഗത്തെ, അപ്പം ബഹുത് എന്നുള്ളത് പ്രവിശേഷൻ ആണ്. അപ്പം തേസ് വിശേഷനാണ്, ബഹുത് പ്രവിശേഷനാണ്. അപ്പം എന്താണ് പ്രവിശേഷൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. വിശേഷണോം കി വിശേഷത ബതാനെ വാലെ ശബ്ദ പ്രവിശേഷൻ कहते हैं. विशेषणों की विशेषता बताने वाले शब्द प्रविशेषण. तुम बहुत तेज भागते हो, तेज विशेषण है, बहुत प्रविशेषण है. विशेषण की अवस्थाएं देखें. जिस प्रकार अंग्रेजी भाषा में विशेषण की 3 अवस्थाएं हैं. ഏത് പ്രകാരമാണോ ഇംഗ്ലീഷിൽ ഭാഷയ്ക്കുള്ള 3 വിശേഷൻ അല്ലെ, അഡ്ജക്റ്റീവിനുള്ള 3 അവസ്ഥകളുണ്ട്.
അതുപോലെ തന്നെ ഏതൊക്കെയാണത്? ഇംഗ്ലീഷ് ഭാഷയുടെ അഡ്ജക്റ്റീവിനുള്ള 3 വിശേഷതകൾ, അതിൻ്റെ ഡിഗ്രീസ് അല്ലേ? പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഉസി പ്രകാർ ഹിന്ദി മേ ബി അവസ്ഥായേം ഹേ, ഹിന്ദിയിലും അതുപോലെ ഡിഗ്രീസ് ഉണ്ട്. മൂലാവസ്ഥ, ഉത്തരാവസ്ഥ, ഉത്തമാവസ്ഥ ഹോത്തി ഹെ. അപ്പോൾ പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് എന്ന് പറയുന്ന ഡിഗ്രീസ് പോലെയാണ് മൂലാവസ്ഥ, ഉത്തരാവസ്ഥ, ഉത്തമാവസ്ഥ ഹോത്തി ഹെ. മൂലാവസ്ഥ, ഉത്തരാവസ്ഥ, ഉത്തമാവസ്ഥ. അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഉച്ചതർ, ഉത്തമം. പോസിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. മൂലാവസ്ഥ, ഉത്തരാവസ്ഥ, ഉത്തമാവസ്ഥ. ഉച്ചതർ, ഉത്തമം, ഉച്ചതം. അധിക്, അധികതർ, അധികതം. അധിക് മൂലാവസ്ഥ, അധികതർ ഉത്തരാവസ്ഥ, അധികതം ഉത്തമാവസ്ഥ. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ 3 ഡിഗ്രീസ് പഠിക്കുന്നത് പോലെയാണ് ഹിന്ദിയിൽ വിശേഷൺ की 3 अवस्थाएं होती है, മൂലാവസ്ഥ, ഉത്തരാവസ്ഥ और ഉത്തമാവസ്ഥ. ഉച്ചതർ, ഉത്തം, ഉച്ചതം, അധിക്, അധികതർ, അധികതം. അപ്പോൾ 3 ഡിഗ്രീസും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. പ്രവിശേഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? വേ ശബ്ദ ജോ വിശേഷണോം കി വിശേഷത ബതാനെ വാലെ ശബ്ദ പ്രവിശേഷൻ. അപ്പോൾ വിശേഷൻ നമ്മൾ പഠിച്ചു. അഡ്ജക്റ്റീവ്സ് അല്ലേ? അത് 4 പ്രകാർ ഹെ. GS PS എളുപ്പത്തിൽ മനസ്സിലാക്കാൻ GS PS എന്നുള്ള ട്രിക്കും നിങ്ങൾ ഓർത്തു വയ്ക്കുമല്ലോ. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ക്ലാസ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന ക്ലാസ് വേണമെന്നുണ്ടെങ്കിലും പ്ലീസ് കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.